ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ണാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പെൻസിൽ വെച്ചല്ല, നമ്മൾ ചാർക്കോളിൽ പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സാധാരണ പെൻസിൽ വെച്ചിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ചാർക്കോള പെൻസിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് ഫ്രീ ഹാൻഡാണ്, കുറച്ചും കൂടി എന്താ പറയുക, ലെങ്ത്ത് മെഷർമെൻ്റ് ഇല്ലാതെ ഒരു റഫായിട്ടൊരു ഡ്രോയിങ് ആണത്. പിന്നെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതൊന്ന് നികത്തണമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേർഡ് പറയുന്നത് പ്രാക്ടീസ് 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 കേട്ടോ. അതിപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമുക്ക് എവിടെയായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ അവയവങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഫ്രീ ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓരോരോ, ഇപ്പോൾ കണ്ണാണെങ്കിൽ കണ്ണിൻ്റെ ഓരോ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയണത്. അതേപോലെ മൂക്ക്, വായ, നമ്മൾ മൊത്തമായിട്ട് ഒരു പോർട്രേറ്റ് വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഭയങ്കര എന്താ പറയുക, നമ്മുടെ ആ ഒരു ഇതിൽ എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ അത് ഫിക്സ് ആയിരിക്കണം. നമ്മുടെ കണ്ണും മൂക്കും വായും അതിൻ്റെ മെഷർമെൻറ്റൊക്കെ. ഞാൻ ഫ്രീ ഹാൻഡിൻ്റെ കാര്യമാണ് കേട്ടോ സംസാരിക്കുന്നത്. മെത്തേഡാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് കറക്റ്റ് ലെങ്ത്തും ഇതൊക്കെ ആ ഒരു ഫിഗറായി വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് മാർക്കിങ് വന്നതെന്ന്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 2025 വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലെല്ലാം ഓരോ പ്ലാനുകളുണ്ടാവും, അല്ലെങ്കിൽ ഓരോ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനും എൻ്റെ മനസ്സിലിങ്ങനെ കുറച്ച് ഗോളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ആർട്ട് കണക്ട് ചെയ്ത് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കണത്. അപ്പോൾ നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയണത്. അതായത് 3 മാസത്തിനുള്ളിൽ, പിന്നെ 6 മാസത്തിനുള്ളിൽ, പിന്നെ 9 മാസം, പിന്നെ 12 മാസം, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഗോൾസ് വെക്കാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി നമ്മൾ ആ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ അച്ചീവായി എന്ന് വരില്ല. ഞാൻ പറഞ്ഞ ഇപ്പോൾ നമ്മളെ ഒരു ഗോള്, അല്ലെങ്കിൽ നമ്മളൊരു ഡ്രീം വളരെ ഹൈറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. അത് തന്നെ ഞാൻ പറയണത്. ടൈം എന്തായാലും എടുക്കും, ഉറപ്പായിട്ടും എടുക്കും എന്നുള്ളതാണ് എനിക്കറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾക്ക് ഭയങ്കര സക്സസ് ആവണമെന്നില്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി തന്നെ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ ഞാൻ ഇത്രയും ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന മനസ്സിൽ ഒരു സെറ്റ് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് ഈ 3 മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ബിഹേവിയറിൽ മാറ്റം വരണമെങ്കിൽ ഒരു 3 മാസമെങ്കിൽ നമ്മളത് വർക്കൗട്ട് ചെയ്യണം, സെയിം സംഭവം തന്നെ. അപ്പോഴാണ് നമുക്കതൊരു ശീലമായിട്ട് മാറുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യാനുള്ളത് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് ഫോക്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഓരോ വർഷം കടന്നു വരുമ്പോൾ നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കുറേ കൂടി എന്താ പറയുക, ലൈഫിനെ സീരിയസ് ആക്കി എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ 21 വയസ്സുള്ള ആൾ ആയിരിക്കില്ല 30 വയസ്സ് കഴിയുമ്പോൾ. അതിനിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉദാഹരണം പറയാനുള്ളത് എന്നെ തന്നെയാണ്. ഞാൻ ആദ്യം ഇപ്പോൾ ഈ കണ്ണ് ഒക്കെ ആദ്യം വരയ്ക്കുന്ന പോലെയല്ല ഞാനിപ്പോൾ വരയ്ക്കുന്നത്. അതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഞാനത് എപ്പോഴും ഇങ്ങനെ അത് നോക്കുന്നതുകൊണ്ടും അത് ശ്രദ്ധിക്കുന്നതുകൊണ്ടും എനിക്ക് പറയാൻ പറ്റും. പഴയ ആ ഒരു ടച്ചിങ്ങോ ഇല്ലെങ്കിൽ പഴയ ആ ഒരു ഇതല്ല എനിക്കിപ്പോൾ ചെയ്യുമ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ചില ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പോൾ നമ്മൾ കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഒരു സ്ട്രെസ്സ് വരാനോ ഡിപ്രഷൻ വരാനോ ഒക്കെ ഒരു വാക്ക് മതി, അല്ലെങ്കിൽ ഇതിലൂടെ പെട്ടെന്ന് ആൾക്കാർ മൈൻഡ് ആകെ ഡൗൺ ആയി പോകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് കുറേ കൂടി സമയം അതിന് കണ്ടെത്തുക. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ റീഡിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും
അതിന് സമയം നമ്മൾ കുറച്ച് നേരം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. നമ്മൾ എലോണായിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് നേരം എലോണായിട്ട് നമ്മളെപ്പറ്റി മാത്രമായിട്ട് ഒരു ടൈം കണ്ടെത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമാണ്. നമുക്കൊരു സ്പേസ് എന്തായാലും ഈ വർഷം തൊട്ട് ഏത് പ്രായക്കാരായിക്കോട്ടെ നമ്മളത് കണ്ടെത്തണം എന്നാണ് ഞാൻ പറയണത്. അതൊരു അരമണിക്കൂറായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു മണിക്കൂറോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വേണ്ടി ഇല്ലെങ്കിൽ നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ചെയ്യുക എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ നമുക്ക് കുറേ കൂടി എനർജറ്റിക് ആയിരിക്കും. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരും. പിന്നെ ഭയങ്കര ഒരു പ്രത്യേക ഫീലായിരിക്കും. അതായത് ഞാൻ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഞാനങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ഫീല് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഹെൽത്താണ്. നമ്മുടെ ഹെൽത്ത് എപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ ബോഡീനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം എന്നാണ് ഞാൻ പറയണത്. ഇപ്പോൾ വെള്ളം കുടിച്ചിരിക്കണം, അതൊരു ഇതാണ്. അതേപോലെ ഫുഡ് പ്രോപ്പറായിട്ട് കഴിച്ചിരിക്കണം. ഇതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹെൽത്ത് പ്രോപ്പറാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനും ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ല ഫുഡ് കഴിക്കുക, പിന്നെ അതുകൂടാതെ ഓൺ ടൈമിന് കഴിക്കുക. എന്ത് ഇതുണ്ടെങ്കിലും ഫുഡ് കഴിക്കാതെ ഇരിക്കരുത്, അല്ലെങ്കിൽ മാറ്റി വയ്ക്കരുത്. അതാണ് നമ്മുടെ എനർജി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എനർജി ലെവൽ കൂട്ടുന്ന കാര്യം. കുറച്ചും കൂടി നല്ല വൈറ്റമിൻസ് നിറഞ്ഞ ഫുഡ്, വെജിറ്റബിൾസും ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം വർഷം തുടങ്ങുമ്പോൾ മേടിച്ച് വെക്കണം. അത് എന്ത് ആയിക്കോട്ടെ, ചെറിയ എന്തെങ്കിലും ഒരു സാധനങ്ങൾ, അല്ലെങ്കിൽ ഡ്രസ്സ് കുറച്ചെടുക്കുക, എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് ന്യൂ ഇയറിന് മേടിച്ച് വയ്ക്കുക. അതുകൊണ്ട് നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പുതിയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയത് പഠിക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് അതിന് കുറച്ചും കൂടി ഫ്രീ ആവും. എന്താ പറയുക, ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെ കുറച്ചും കൂടെ എന്താ പറയുക, നമുക്ക് എന്താ പറയുക, കുറച്ച് കളർഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതായത് മെറ്റീരിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഒരു പരിധിവരെ നമുക്ക് എന്താ പറയുക, മോട്ടിവേഷൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദോഷം ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയണത്. കുറച്ച് എന്ന് പറഞ്ഞ് എന്താ പറയുക, കടത്തിൽ വാങ്ങിച്ച് വെക്കുന്നതല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ആവുന്ന ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ന്യൂ ഇയറിലേക്ക് വാങ്ങിച്ച് വെക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ കണ്ണ് ഏകദേശം ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചാർക്കോള പെൻസിലാണ്, വേറെ ഇതൊന്നുമില്ല. ജസ്റ്റ് ഒരൊറ്റ ചാർക്കോൾ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് ഡാർക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കണതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, എന്തെങ്കിലും ഒരു 2 കമൻ്റ് ഇടുക. ഓക്കെ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ അടുത്ത വർഷം എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ 2Dയും 3Dയിലൊക്കെ ചെറിയ റീൽസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഹാഫോളം ആയിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടി ആവാനുണ്ട്. അത് കഴിഞ്ഞ് എന്തായാലും 2025 അത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.